ഹായ് എവരിവൺ, കുറച്ചുകൂടെ PYQs ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇത് ലബോറട്ടറി ടെക്നീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് കുറച്ചുണ്ട് നമുക്ക് നോക്കാനായിട്ട്. എല്ലാം നമുക്ക് വേണ്ടതല്ല കേട്ടോ, എങ്കിലും നമ്മൾ ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ദ മെംബ്രെയിനിയസ് കവറിങ് ഓഫ് ലങ്സ് ഈസ്, ലങ്സിൻ്റെ മെംബ്രെയിനിയസ് കവർ എന്താണ്? പ്ലൂര ആണ് അല്ലേ, പ്ലൂര ആണ്. അപ്പോൾ ഹാർട്ടിൻ്റെ കവറിങ് ഏതാണെന്ന് ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ്, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദ ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ടിഷ്യൂസ് ഡ്യൂറിങ് ഡിസീസ് കണ്ടീഷൻസ് അല്ലേ. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ടിഷ്യൂസ് ആണെങ്കിൽ അത് ഏതാണ്? ഹിസ്റ്റോപാത്തോളജി ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്റോപാത്തോളജി ആണ്. ഇതാ നെക്സ്റ്റ് നോക്കിക്കോ, ഫാദർ ഓഫ് ബാക്ടീരിയോളജി റോബർട്ട് കോച്ചാണ്. അപ്പോൾ ശരിക്കും ഫാദർ ഓഫ് മൈക്രോബയോളജി ആൻ്റണി വാൻ ലീവൻഹുക്കാണ്. പക്ഷെ നമ്മുടെ PSCയുടെ ആൻസർ കീ പ്രകാരം അത് ഇതുവരെ വന്നിരിക്കുന്നതൊക്കെ ലൂയിസ് പാസ്ചർ ആയിരുന്നു. അപ്പോൾ ലൂയിസ് പാസ്ചറിനാണ് ഇതുവരെ PSC ആൻസർ കീ മാർക്ക് കൊടുത്തിട്ടുള്ളത്. PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ പോലും ഏതാണ്? ലൂയിസ് പാസ്ചർ ആണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ ഏതാണ് ജനറൽ PSCയിലൊക്കെ നമ്മൾ പറയാറില്ലേ, നാഷണൽ പാർക്സ് നമ്മുടെ ഏതാണ് PSCൻ്റെ ആൻസർ കീ പ്രകാരം 4 മറ്റേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇതും നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഇത് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് പറയുന്നത് PSCയുടെ ആൻസർ കീ പ്രകാരം ലൂയിസ് പാസ്ചർ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വൈഡാൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ടൈഫോയിഡ്. ഡയഗ്നോസിസ് ഓഫ് ടൈഫോയിഡ് ആണ് ഇത് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ നോർമൽ വാല്യൂ ഓഫ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് ഷുഗറിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നോർമൽ വാല്യൂ ഓഫ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എടുക്കുന്നത്, അതാണ് 70 to 110 mg/%. 70 to 110 mg/%. ദ ബ്ലഡ് ഹെൽപ്സ് ഫോർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, ഒന്ന് നോക്കാനുള്ള പ്ലേറ്റ്ലെറ്റ്. ദ റിയേജൻറ്റ് യൂസ്ഡ് ഫോർ സിക്ലിംഗ് ടെസ്റ്റ്. സിക്ലിംഗ് ടെസ്റ്റ് ഇത് ആവശ്യം വരുമോ അറിയില്ല. സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആണ് കേട്ടോ, സോഡിയം മെറ്റാബൈസൾഫേറ്റ്. എ പേഴ്സൺ ഹൂ ഹാർബേഴ്സ് പാത്തജൻ ആൻഡ് നോട്ട് സഫറിങ് ഫ്രം എനി സിംറ്റംസ്. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ പാത്തജൻസ് ഉണ്ട് പക്ഷേ ഒരു സിംറ്റംസും കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? കാരിയർ എന്ന് പറയും അല്ല, കാരിയർ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ബൈ ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റ് ആണെങ്കിൽ ഹോട്ട് എയർ ഓവൻ ആയിരിക്കും, മോയ്സ്റ്റ് ഹീറ്റ് ആണെങ്കിൽ ഓട്ടോക്ലേവ് ആയിരിക്കും. നെക്സ്റ്റ്, ഐർസ് സ്പാച്ചുല ഈസ് യൂസ്ഡ് ഫോർ ദ കളക്ഷൻ ഓഫ്. ഐർസ് സ്പാച്ചുല ഈസ് യൂസ്ഡ് ഫോർ ദ കളക്ഷൻ ഓഫ് സെർവിക്കൽ സ്പെസിമെൻസ് ആണ്. ഇത് നമുക്കില്ല. ഓക്കെ, സെർവിക്കൽ സ്പെസിമെൻസ് ആണ് നമുക്കില്ല. എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ആൻറ്റിക്കോയാഗുലൻ്റ് കണ്ടില്ലേ, ഇതാ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഹെപ്പാരിൻ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇല്ല. ദ സെലക്റ്റീവ് മീഡിയ യൂസ്ഡ് ഫോർ ട്യൂബർക്കിൾ ബാസിലൈ. ട്യൂബർക്കിൾ ബാസിലൈൻ്റെ ഏതാണ്? ലോവസ്റ്റെയിൻ ജെയിൻ എന്തായിരുന്നു? LJ മീഡിയ, അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എന്താണ്? LJ മീഡിയ ആണ് ഇവിടെ കറക്റ്റ്. എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ ആണ്. ദ ടെസ്റ്റ് യൂസ്ഡ് ഇൻ ബ്ലഡ് ബാങ്ക് ടു ഡിറ്റക്ട് സെൻസിറ്റൈസിങ് ആൻറ്റിബോഡീസ്. സെൻസിറ്റൈസിങ് ആൻറ്റിബോഡീസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നുള്ള ടെസ്റ്റാണ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ്. ദ ബാക്ടീരിയ അപ്പിയേഴ്സ് ഇൻ ചൈനീസ് ലെറ്റർ പാറ്റേൺ. കോർണി ബാക്ടീരിയമാണ്. നമ്മൾ കോക്കൈ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രെപ്റ്റോകോക്കസ് സ്റ്റെഫൈലോകോക്കി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ചൈനീസ് ലെറ്റർ പാറ്റേണിലുള്ളതുപോലെ ഉണ്ടാകുന്നത് ഏതാണ്? കോർണി ബാക്ടീരിയമാണ്. ദ ന്യൂക്ലിയർ സ്റ്റെയിൻ ഇൻ PAP സ്റ്റെയിനിങ്. ന്യൂക്ലിയർ സ്റ്റെയിനിങ് ഇൻ PAP സ്റ്റെയിനിങ് ഇതിനകത്ത് വരിക ഹെമറ്റോക്സിലിൻ ആണ് ന്യൂക്ലിയർ സ്റ്റെയിൻ. ദ സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് വൈറസ്. ദിമിത്രി ഇവാനോസ്കി ആണ് സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് വൈറസ്. എക്സാമ്പിൾ ഫോർ പ്രോട്ടോസോവൻ പാരസൈറ്റ്സ്. തൈനിയ സ്പീഷീസ് പ്ലാസ്മോഡിയം എസ്കാരിസ് എൻട്രോബിയസ്. ഇതിനകത്ത് ഏതാണ് പ്രോട്ടോസോവനായിട്ട് വരുന്നത്? പ്ലാസ്മോഡിയം ആണ് കേട്ടോ. പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്, അപ്പോൾ ഇവിടെ പ്ലാസ്മോഡിയം ആണ്. പവർ ഹൗസ് ഓഫ് ദ സെൽ നോക്കാനുണ്ടോ? മൈറ്റോകോൺട്രിയ. എ പഫ് ബോൾ ഇതില്ല കേട്ടോ. ദ ടെസ്റ്റ് ഫോർ ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾ ആൻഡ് യൂറിൻ. ഒക്കൾട്ട് ബ്ലഡ് നോക്കണമെങ്കിൽ നമ്മൾ ഏതാ ചെയ്യുന്നത്? ബെൻസിഡിൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അല്ല, ഇപ്പോൾ അത് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോൾ അതിൻ്റെ ബെൻസിഡിൻ്റെ കാർസിനോജനിക് ആക്ടിവിറ്റി പ്രകാരം നമ്മളിപ്പോൾ റിയേജൻറ്റ് സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഫ്രോസൺ സ്പെസിമെൻസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രയോസ്റ്റാറ്റ് ആണ്. എ ക്രോമസോമൽ ഇത് നമുക്ക് ഉണ്ട് കേട്ടോ, ഞാൻ ഇന്നലത്തെ വീഡിയോനകത്ത് ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇതുണ്ട് കേട്ടോ, ക്രോമസോമൽ ഡിസോർഡർ ഷോയിങ് XXY പാറ്റേൺ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഏതാണ്? ക്ലൈൻഫിൽട്ടേഴ്സ് സിൻഡ്രോം ആണ് XXY പാറ്റേൺ കാണിക്കുന്നത്. ദ കളർ ഓഫ് ആൻറ്റിസെറ AB ഈസ്. കളർ ഓഫ് ആൻറ്റിസെറ AB ഏതായിരുന്നു? പിങ്ക്. A ബ്ലൂ ആയിരുന്നു, B യെല്ലോ ആയിരുന്നു, AB പിങ്ക് ആണ്. ഓക്കെ, കളർ ഓഫ് ആൻറ്റിസെറ ഈസ്
ഏതാണ്? പിങ്ക് ആണ്. ദ ബാക്ടീരിയ നോൺ ആസ് ഹാൻസൻസ് ബാസിലസ്. നമ്മൾ പഠിച്ചില്ലേ ഹാൻസൻസ് ബാസിലസ് എന്നറിയപ്പെടുന്നത് ഇതിനകത്ത് ലാക്ടോബാസിലസ് അല്ല, ഇൻ്റർമീഡിയസ് അല്ല, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണോ ലെപ്രയാണോ? ഹാൻസൻസ് ബാസില എന്നറിയപ്പെടുന്നത് ലെപ്രയാണ് ഹാൻസൻസ് ബാസില എന്ന് പറയപ്പെടുന്നത്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഓൺ ബിയർ ലാംബേർട്സ് ലോ. ബിയർ ലാംബേർട്സ് ലോ ഏതാണ്? കലോറിമീറ്റർ ആണ്, ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെസ്റ്റ് അണ്ടർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് ഏത് വരിക, നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ഇങ്ങനെ ഇതുപോലെ ആയിരിക്കും മിക്കവാറും വരിക. ഇനി ഇപ്രാവശ്യം മാറ്റം വരുമോ എന്നറിയില്ല. ഇതിനകത്ത് ഏതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലാത്തത്? ടോട്ടൽ പ്രോട്ടീൻ ലിവർ ഫംഗ്ഷനിൽ വരും, ബിലിറൂബിനും വരും, AG റേഷ്യോയും ലിവർ ഫംഗ്ഷനകത്ത് വരും. ക്രിയാറ്റിൻ ഏതിനകത്ത് വരില്ല? ലിവർ ഫംഗ്ഷനകത്ത് വരില്ല. ഓക്കെ, ക്രിയാറ്റിൻ വരില്ല. നെക്സ്റ്റ് നിസിൽസ് ഗ്രാനുൾസ് ഏതിനകത്താണ്? നമ്മുടെ ന്യൂറോണിനകത്താണ് അല്ലേ നിസിൽസ് ഗ്രാനുൾസ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഡാർട്ടിംഗ് മൊട്ടാലിറ്റി ഈസ് ഷോൺ ബൈ. ഡാർട്ടിംഗ് മൊട്ടാലിറ്റി ഈസ് ഷോൺ ബൈ കോളറയാണ് കേട്ടോ. കോളറ അത് പഠിച്ചു വെച്ചോളൂ. ഡാർട്ടിംഗ് മൊട്ടാലിറ്റി കോളറ. എക്സാമ്പിൾ ഫോർ ട്രാൻസ്പോർട്ട് മീഡിയം. ട്രാൻസ്പോർട്ട് മീഡിയത്തിന് എക്സാമ്പിളാണ് വെങ്കട്ടരാമണ മീഡിയം എന്ന് പറയും. VR മീഡിയം, വെങ്കട്ടരാമണ മീഡിയം എന്ന് പറയും. ദ മിഡിൽ ലെയർ ഓഫ് മെനിഞ്ചസ്. മെനിഞ്ചസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മിഡിൽ ലെയർ ആയിട്ട് വരുന്നത് അരക്കനോയിഡ് മാറ്ററാണ്. അരക്കനോയിഡ് മാറ്ററാണ്. സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ നോക്കിയോളൂ. അരക്കനോയിഡ് മാറ്ററാണ്. ബാർ ബോഡി. ബാർ ബോഡി എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോമിനെയാണ് നമ്മൾ ബാർ ബോഡി എന്ന് പറയാം. ഇനാക്റ്റീവ് ആയിട്ടുള്ള എക്സ് ക്രോമസോം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഗ്രാം പോസിറ്റീവ് ബാസിലസ്. അങ്ങനെ ചോദിക്കില്ലായിരിക്കും, എങ്കിലും നോക്കി വെച്ചോളൂ. ക്ലോസ്ട്രീഡിയം ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാസിലസ് ആണ്. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാസിലസ് ആണ്. ദ എൻസൈം പ്രസൻറ്റ് ഇൻ സെമൻ. സെമനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈം ഏതാണ്? ആസിഡ് ഫോസ്ഫറ്റേസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആസിഡ് ഫോസ്ഫറ്റേസ് ആണ് ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്, സെമനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദ ലെവൽ ഓഫ് നീഡിൽ ഇൻസേർഷൻ ഇൻ ലംബാർ പങ്ക്ചർ. ദ ലെവൽ ഓഫ് നീഡിൽ ഇൻസേർഷൻ ഇൻ ഏതാണ്? ലംബാർ പങ്ക്ചർ. ഇതിനകത്ത് ബിറ്റ്വീൻ L3 ആൻഡ് L4 ആണ് കറക്റ്റ് വരിക കേട്ടോ. ലാർജസ്റ്റ് ബ്ലഡ് സെൽ ഏതാണ്? മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ് ആണ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അത് റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പാണ്. അത് ഡിസ്കവർ ചെയ്തത് ആരാന്ന് മറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ C ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ്. ദ അപ്പിയറൻസ് ഓഫ് ബ്ലഡ് ഇൻ സ്പ്യൂട്ടം. സ്പ്യൂട്ടത്തിനകത്ത് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ടേമാണ്. ഇതാ നോക്കിക്കോളൂ സ്പെല്ലിങ്. ഹീമോപ്റ്റൈസിസ് എന്നാണ് നമ്മൾ പറയുക. ഹീമോപ്റ്റൈസിസ് എന്ന് പറയും അപ്പിയറൻസ് ഓഫ് ബ്ലഡ് ഇൻ സ്പ്യൂട്ടം. ഓക്കെ, നെക്സ്റ്റ് അക്കാന്തോസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അക്കാന്തോസൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ RBCനെയാണ് നമ്മൾ അക്കാന്തോസൈറ്റ് എന്ന് പറയുക. അബ്നോർമൽ RBCനെ നമ്മൾ എന്ത് പറയും? അക്കാന്തോസൈറ്റ് എന്ന് പറയും. ഇത് നമുക്ക് വേണ്ട. pH റേഞ്ച് ഓഫ് ഫിനോഫ്താലിനൊന്നും നമുക്ക് വേണ്ട. വേണമെങ്കിൽ നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ pH റേഞ്ച് ഓഫ് ഫിനോഫ്താലിൻ എന്നുള്ളത് 8.3 to 10 ആണ്. ആവശ്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. 8.3 to 10 ആണ്. ദ മോസ്റ്റ് റെക്കമെൻഡഡ് സ്റ്റെയിൻ ഇൻ ഹോർമോണൽ സൈറ്റോളജി. ഹോർമോൺസിൻ്റെ നോക്കാൻ വേണ്ടി ഷോർ സ്റ്റെയിൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷോർ സ്റ്റെയിൻ ആണ്. ദെൻ എക്സാമ്പിൾ ഓഫ് എ കാർസിനോജനിക് മെറ്റീരിയൽ. കാർസിനോജനിക് ഏതാണ് ഇവിടെ? ബെൻസിഡീൻ ആണ്. ഇത് ചിലപ്പോൾ എന്താണ്? പോയിസൺ ആയിരിക്കും. ഇതൊന്നും കാർസിനോജൻ അല്ല. ബെൻസിഡീൻ ആണ് എന്ത്? കാർസിനോജനായിട്ട് വരുന്നത്. ട്രിക്യൂറിസ് ഈസ് കോമൺലി കോൾഡ് വിപ്വർം ബിക്കോസ് അത് വേണ്ട. ദ ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ നോക്കി വെച്ചോളൂ. ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നറിയപ്പെടുന്നത് IgM ആണ്. ലാർജസ്റ്റ്. IgG നമ്മളെന്താ പറഞ്ഞത്? പ്ലാസൻ്റയിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ IgM ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. നെക്സ്റ്റ് നീഡിൽ ഷേപ്ഡ് റിഫ്രാക്റ്റൈൽ പോയിൻറ്റഡ് ക്രിസ്റ്റൽസ് ഫൗണ്ട് ഇൻ സ്റ്റൂൾ ആൻഡ് സ്പ്യൂട്ടം. അപ്പോൾ നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള റിഫ്രാക്റ്റൈൽ ആയിട്ടുള്ള പോയിൻറ്റഡ് ക്രിസ്റ്റൽസ് അതിന് ഏതായിരിക്കും? ചാർക്കോട്ട് ലീഡൻ ആയിരിക്കും കേട്ടോ. ചാർക്കോട്ട് ലീഡൻ ആയിരിക്കും. നെക്സ്റ്റ് പ്രഗ്നൻസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിറ്റക്ഷൻ ഓഫ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ. HCG എന്ന് പറയുന്നില്ലേ, അതാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ദ ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ ലീഷ്മാൻ സ്റ്റെയിൻ ഫോർ പാരസൈറ്റ് ഇൻ ഡെമോൺസ്ട്രേഷൻ 7.2 ആണ്. 7.2 ആണ് അവിടെ കറക്റ്റ് വരുന്നത്. എക്സാമ്പിൾ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ്? അസറ്റൈൽ കോളിനാണ്. എ സ്പെഷ്യൽ സ്റ്റെയിൻ ഫോർ ഫാറ്റ് ഡെമോൺസ്ട്രേഷൻ വേണ്ട. ദ മോസ്റ്റ് പ്രിഡോമിനൻറ്റ് പ്ലാസ്മ പ്രോട്ടീൻ. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് പ്രിഡോമിനൻറ്റ് പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ ആണ്. ദ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റീസ് എക്കർ ഫ്ലൂയിഡാണ് ഇവിടെ കേട്ടോ.
റീസ് ഇക്കർ ഫ്ലൂയിഡാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടർക്സ് ഏതായിരുന്നു? WBCs ആയിരുന്നു. അപ്പോൾ ഇവിടെ ഏതാണ്? റീസ് എക്കർ ഫ്ലൂയിഡാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡ്. ദ ഇൻക്ലൂഷൻ ബോഡി an abnormal protein present in urine in multiple myeloma. അപ്പോൾ ഏത് പ്രോട്ടീനാണ് മൾട്ടിപ്പിൾ മയലോമേനകത്ത് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അത്രക്കൊന്നും ഡെപ്തിലൊന്നും ചോദിക്കാനുള്ള സാധ്യതയില്ല, ലബോറട്ടറി ടെക്നീഷ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ. ബെൻസ് ജോൺസ് പ്രോട്ടീനാണ് മൾട്ടിപ്പിൾ മയലോമക്കകത്ത് ഉണ്ടാകുന്നത്. ബെൻസ് ജോൺസ് പ്രോട്ടീൻ അത് ടൈപ്പ് ഓഫ് എന്താണ് പ്രോട്ടീനാണ് കേട്ടോ. MCV നമുക്ക് പഠിക്കാനില്ല. ദ റിയേജൻറ്റ് യൂസ്ഡ് ഇൻ സയനോമെറ്റ് ഹീമോഗ്ലോബിൻ മെത്തേഡ് ഏതാണ്? ഡ്രാപ്കിൻസ് റിയേജൻ്റ് ആണ്. കോയിഫിഷ്യൻറ്റ് വെരിഫൈ അതില്ല. നോർമൽ വാല്യൂ ഓഫ് പ്രൊത്രോംബിൻ ടൈം അതേതാണ്? 11 to 16 സെക്കൻഡ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. 11 to 16 സെക്കൻഡ് ആണ് പ്രൊത്രോംബിൻ ടൈം എന്ന് പറയുന്നത്. പ്രൊത്രോംബിൻ ടൈം 11 to 16 സെക്കൻഡ് ആണ്. ദ റേഷ്യോ ഓഫ് ട്രൈസോഡിയം ടു ബ്ലഡ് ഇൻ കൊയാഗുലേഷൻ സ്റ്റഡീസ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 2 റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈസോഡിയം സിട്രേറ്റിൻ്റെ റേഷ്യോ കൊയാഗുലേഷൻ സ്റ്റഡീസിലാവുമ്പോൾ അത് എത്രയാണ്? 9:1 ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇവിടെ നമുക്ക് ട്രൈസോഡിയം ടു ബ്ലഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബ്ലഡാണ് 9 വരേണ്ടത്, 1 ആണ് നമ്മുടെ ട്രൈസോഡിയം സിട്രേറ്റ് വരുന്നത്. അപ്പോൾ 1:9 ആണ് ഇവിടെ കറക്റ്റ് വരിക. അപ്പോൾ കൊയാഗുലേഷൻ സ്റ്റഡീസിൽ എത്രയാണ്? 1:9 ആണ്. 9 വോളിയംസ് ഓഫ് ബ്ലഡും 1 വോളിയം ഓഫ് ട്രൈസോഡിയം സിട്രേറ്റ് ആയിരിക്കണം. ഡയസറ്റൈൽ മോണോക്സൈഡ് ഇത് വേണ്ട. നെക്സ്റ്റ് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞുതരാം. ഇവിടെ വരിക യൂറിയ ആണ് കേട്ടോ. ഡയസറ്റൈൽ മോണോക്സൈഡ് തയോസെമി കാർബസൈഡ് ഈസ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് യൂറിയ. ഓക്കെ. നെക്സ്റ്റ് ഫാൾസ് പോസിറ്റീവ് റിയാക്ഷൻ ഇൻ ബെനഡിക്സ് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യും? യൂറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബെനഡിക്സ് ടെസ്റ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനകത്ത് ഫാൾസ് പോസിറ്റീവ് ടെസ്റ്റ് തരുന്നത് ഗ്ലൂക്കറോണിക് ആസിഡാണ് ഫാൾസ് പോസിറ്റീവ് ടെസ്റ്റ് വരുന്നത്. ദ പാത്വേ വിച്ച് എക്സ്പ്ലെയിൻസ് യൂറിയ ഫോർമേഷൻ്റെ പാത്വേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്രബ്സ് ഹാൻസ്ലേറ്റ് സൈക്കിളാണ്. പിന്നെ എക്സാമ്പിൾ ഫോർ ആൻറ്റി ട്യൂബർക്കുലോസിസ് ഒന്നും വേണ്ട. ആൽഡോസ്റ്റിറോൺ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്? ഏത് ഗ്ലാൻഡാണ് ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്? അഡ്രിനൽ ഗ്ലാൻഡാണ് ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഡ്രിനൽ ഗ്ലാൻഡ്. ദ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഇൻഫെക്റ്റഡ് ആനിമൽസ് ടു മാൻ. ഇൻഫെക്റ്റഡ് ആനിമൽസിൽ നിന്ന് മാനിലേക്ക് കോസ് ചെയ്യുന്ന ഡിസീസിന് നമ്മൾ സൂവോണോട്ടിക് ഡിസീസ് എന്ന് പറയും. എന്താണ്? ആനിമൽസിൽ നിന്ന് മാൻസിലേക്ക്. ഹിസ്റ്റെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഹിസ്റ്റെയിനിങ് ബാക്ടീരിയൽ ക്യാപ്സ്യൂളാണ് കേട്ടോ. ബാക്ടീരിയൽ ക്യാപ്സ്യൂളാണ്. ഗാമ ഇൻ്റർഫെറോൺ എക്സാമ്പിൾ ഓഫ് RNA വൈറസ്. പോളിയൂറിയ ഈസ് അസോസിയേറ്റഡ് വിത്ത്. പോളിയൂറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതാണ്. എപ്പോഴാണ്? ഡയബറ്റീസ് മെലിറ്റസിലാണ്. നിങ്ങൾക്കറിയാമായിരിക്കും ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാവും ഡയബറ്റീസ് മെലിറ്റസിൻ്റെ കേസിൽ. ദ സ്റ്റെയിൻ യൂസ്ഡ് ഫോർ നെഗറ്റീവ് സ്റ്റെയിനിങ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇന്ത്യൻ ഇങ്കാണ്. ഇവിടെ നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? ഹിസ്റ്റെയിനിങ് ബാക്ടീരിയൽ ക്യാപ്സ്യൂളാണ് കേട്ടോ. നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇങ്കാണ്. എക്സാമ്പിൾ ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ തന്നെ സെൽസ് അറ്റാക്ക് ചെയ്യുന്നു, അവർ മാറിപ്പോയി അറ്റാക്ക് ചെയ്യുന്നു, അതിനെയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതൊരു ഡിസീസ് കണ്ടീഷനാണ്. മാൻഡോക്സ് ടെസ്റ്റ് അത് ഏതുമായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബർക്കുലോസിസ് ആണ്. മാൻഡോക്സ് ടെസ്റ്റ് ട്യൂബർക്കുലോസിസ് ആണ്. നെക്സ്റ്റ് എന്താണ്? ആൻ യൂറിനറി ക്രിസ്റ്റൽ വിത്ത് തോൺ ആപ്പിൾ അപ്പിയറൻസ്. ഇതിനകത്ത് നമ്മൾ കാൽഷ്യം ഓക്സലേറ്റ് നമ്മൾ പഠിച്ചിരുന്നു, ട്രിപ്പിൾ ഫോസ്ഫേറ്റ് നമ്മൾ പഠിച്ചിരുന്നു, കാൽഷ്യം കാർബണേറ്റ് പഠിച്ചിരുന്നു. ഇതൊന്നും ആപ്പിൾ അപ്പിയറൻസിലല്ല. അപ്പോൾ ഏതാണ് ബാക്കിയുള്ളത്? അമോണിയം ബൈയൂറേറ്റ്, അതാണ് ആപ്പിൾ അപ്പിയറൻസ് കേട്ടോ. പിന്നെ ഇതൊന്നുമില്ല. ദ മോസ്റ്റ് കോമൺ മൗണ്ടൻ ഇൻ പാത്തോളജി ലബോറട്ടറി. ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഡിസ്ട്രിൻ പ്ലാസ്റ്റിസൈർ സൈലീനാണ്. ഇൻ്റർനാഷണൽ ഡേ ഇനി അങ്ങോട്ട് ഇതായിരിക്കും നമ്മുടെ GK ആയിരിക്കും. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഇത്രയാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. സോ താങ്ക് യു. എല്ലാവരും എക്സാംസൊക്കെ നന്നായിട്ട് എഴുതുക.